2014 ഏകദേശം 17 കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളർന്ന് ഏകദേശം 25 കോടിയോളം ഡിമാറ്റ് അക്കൗണ്ടുകൾ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ അക്കൗണ്ടുകൾ ഇന്ത്യയിലുണ്ട്. ഇനി നമ്മുടെ കമ്പനി നമ്മൾ ലിസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം, അതിൽ ഈ 25 കോടിയിൽ 1 കോടി പേർ ഒരു 100 രൂപ വെച്ച് അല്ലെങ്കിൽ 1000 രൂപ വെച്ച് നമ്മുടെ ഷെയർ മേടിച്ചാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും ചെയ്ത് നമ്മളെ പ്രൊഡക്റ്റിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ 1 കോടി പേർ, ഈ 25 കോടിയിൽ 1 കോടി പേർ ഒരു 100 രൂപ വെച്ച് അല്ലെങ്കിൽ 1000 രൂപ വെച്ച് നമ്മുടെ ഒരു ഷെയർ മേടിച്ചാൽ നമ്മൾ പിന്നെ നമ്മുടെ ചിലപ്പം 20% ആയിരിക്കും നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ആ റേസ് ചെയ്യുന്നത് ചിലപ്പം 100 കോടിയായിരിക്കും, ചിലപ്പോൾ 1000 കോടിയായിരിക്കും. ആ 1000 കോടി നമ്മൾ 20% നമ്മൾ വിറ്റിട്ടുണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാം. അപ്പോൾ എപ്പോഴും ഇത് ഒരു സാധാരണക്കാർക്കുള്ള ക്ലാസ്സേ അല്ല. ജീവിതത്തിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് വേണം, ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, അതിനൊരു അസീം പ്രേംജിയെ കൊണ്ട് എൻ്റെ ബ്രാൻഡിനെ വാങ്ങിപ്പിക്കണം, അത് IPOയിൽ ഇടണം, എന്നിട്ട് വലിയ രീതിയിൽ ജനറേഷണൽ വെൽത്ത് ഉണ്ടാക്കണം, എനിക്ക് നെക്സ്റ്റ് ബിസിനസ്സിലേക്ക് കടക്കണം, എനിക്ക് എൻ്റെ ജീവിതം ആസ്വദിക്കണം, എൻ്റെ ജീവിത സ്വപ്നങ്ങളൊക്കെ എൻജോയ് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം. ഈ ബിസിനസ്സിൻ്റെ ഒരു വളഞ്ഞീനുണ്ട്. 24 മണിക്കൂറും രാവിലെ മുതൽ രാത്രി വരെ അതിൽ നിന്ന് കെട്ടിമറയുന്ന ഒരു വളഞ്ഞീന്. അതിൽ നിന്ന് ഊരി എനിക്ക് ജീവിക്കാൻ സമയം കണ്ടെത്തണം. എനിക്കൊരു സിസ്റ്റവും പ്രോസസ്സും ബിൽഡ് ചെയ്തിട്ട് എനിക്ക് ജീവിക്കാനും കൂടി, എൻ്റെ കുട്ടികൾക്കും ഭാര്യയ്ക്കും എനിക്കും ജീവിക്കാനും കൂടി സമയം കണ്ടെത്തണമെന്ന് സ്വപ്നം കാണുന്ന, വലിയ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് ഈ ക്ലാസ്.